ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ സർക്കിൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ പേജ് 53 ഫസ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 3 പാർട്ടുണ്ട്. ആ 3 പാർട്ടും നമ്മൾ ചെയ്തു. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിക്കുക. അതായത് the numbers 1, 4, 8 on a clock face are joined to make a triangle. നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം ഒരു ക്ലോക്ക്. ആ ക്ലോക്കിലെ 1, 4, 8 ഈ നമ്പേഴ്സ് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തേക്കുന്നു. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാനാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 12 നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് ഈ ടോട്ടൽ സർക്കിള്, അതായത് ഈ ക്ലോക്ക് ഒരു സർക്കുലർ ഫോമിലാണ്. ആ സർക്കിളിനെ 12 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്ലോക്ക് സർക്കുലർ ഷേപ്പിലാണ്. അതുപോലെ നമ്പേഴ്സ് 12 നമ്പേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് അറേഞ്ച് ചെയ്തേക്കുക. അപ്പോൾ ഈ സർക്കിളിനെ 12 ഈക്വൽ പാർട്സായിട്ട് ഈ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ ടോട്ടൽ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ഓരോ 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്താൽ, ഇവിടെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്യാം. ഈ സെൻറ്ററുമായിട്ട് ഈ നമ്പേഴ്സിനെ അടുത്തടുത്ത നമ്പേഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്താൽ അങ്ങനെ നമുക്ക് 12 പാർട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 12 ആംഗിൾസ്, സെൻട്രൽ ആംഗിൾസ് അവിടെ ഫോം ചെയ്യും. ഇപ്പോൾ ടോട്ടൽ 360 ആണ്. അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ അഡ്ജസൻ്റ്, അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സ്, അഡ്ജസൻ്റ് നമ്പേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360/12 നമുക്ക് കിട്ടും. കാരണം ടോട്ടൽ ആംഗിൾ 360 ആണ്. ഈ അഡ്ജസൻറ്റ് നമ്പേഴ്സിനെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 12 ആംഗിൾസ് കിട്ടും. അപ്പോൾ ഏതെങ്കിലും 2 അഡ്ജസൻറ്റ് നമ്പേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. പിന്നെ നമുക്ക് നോക്കാം 4, 8 ഈ നമ്പേഴ്സിന് ഇടയ്ക്ക് വരുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതിനിടയ്ക്ക് 30, ഇത് രണ്ടിന് ഇടയ്ക്കും 30, ഇതിനിടയ്ക്കും 30, ഇതിനിടയ്ക്കും. അപ്പം ഇത് വരും 4 × 30, ദാറ്റ് ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഈ 4നും 8നും ഇടയ്ക്ക് വരുന്നത് നമ്മൾ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്താൽ ഈ 2 നമ്പേഴ്സിന് ഇടയ്ക്ക് വരുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. സെൻട്രൽ ആംഗിൾ ബിറ്റ്വീൻ 4 and 8 ഈസ് 120 ഡിഗ്രി. 4നും 8നും ഇടയ്ക്കുള്ള ഈ പാർട്ട് ഒരു ആർക്കാണല്ലോ. ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആകുമ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഈ 8 തൊട്ട് ഈ 4 വരെയുള്ള വലിയ ആംഗിൾ. ആ ആംഗിളിലെ ആർക്ക്, അല്ലെ കോംപ്ലിമെൻ്ററി ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ്. അപ്പോൾ 120യുടെ ഹാഫ് ആംഗിൾ എ 60 ഡിഗ്രി എന്ന് വരും. അതേപോലെ 1 തൊട്ട് 4 വരെയുള്ളത് 1, 2, 3 പാർട്ടുണ്ട്. അപ്പം ഈ ഓരോ പാർട്ടും സെൻറ്ററുമായിട്ടുണ്ടാകുന്നത് 30 ഡിഗ്രിയാണ്. 30, 30, 30 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണ് 1 തൊട്ട് 4 വരെയുള്ള നമ്പേഴ്സ് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. അതാണ് ആംഗിൾ ബി, ദാറ്റ് ഈസ് 45 ഡിഗ്രി. ഇനി 8 മുതൽ 1 വരെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 പാർട്ട്. അപ്പോൾ 5 × 30 150 ഡിഗ്രി ആയിരിക്കും 8 തൊട്ട് 1 വരെയുള്ള ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളാണ് ആംഗിൾ സി. അതെന്ന് പറയുന്നത് 150യുടെ ഹാഫ് 75 ഡിഗ്രി. ഇനിയും ഇവർ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എത്ര ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് നമ്പേഴ്സ്
ഹൗ മെനി ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ക്യാൻ ബി മേക്ക് ബൈ ജോയിനിങ് ദി നമ്പേഴ്സ് ഓൺ ദി ക്ലോക്ക് ഫേസ്. ഈ ക്ലോക്കിലെ ഫേസുകൾ ജോയിൻ ചെയ്ത് നമുക്ക് എത്ര ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾസ് എല്ലാം എത്രയായിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ നമുക്ക് ആംഗിൾ 60 വരുന്നത് ഒറ്റ കേസേ ഉള്ളൂ, ആംഗിൾ എ മാത്രമേ ഉള്ളൂ 60 വന്നേക്കുന്നു അല്ലേ? ആംഗിൾ എ മാത്രമാണ് ഇവിടെ 60 വന്നേക്കുന്നത്. അതായത് 4, 5, 6, 7, 8 4ഉം 8ഉം കൂടി ജോയിൻ ചെയ്തപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എ 60 ഡിഗ്രി. പക്ഷേ ഇവിടെ രണ്ടും വരുന്ന ആംഗിൾ ഡിഫറൻ്റ് ആണ്. നമുക്ക് ഈ ഇതിനിടയ്ക്ക് അതായത് 1, 2, 3, 4 പാർട്ട് വന്നു. അതേപോലെ 1, 2, 3, 4 ഈ 12ൻ്റെ അവിടോട്ടാണ് ഇത് ജോയിൻ ചെയ്തതെങ്കിൽ ഇവിടെ വരുന്ന ആംഗിളും 60 ഡിഗ്രി വരും. പിന്നെ 1, 2, 3, 4 കറക്റ്റ് ആകും. അപ്പോൾ അടുത്ത നമുക്കൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ വെർട്ടെക്സ് എവിടെയൊക്കെ ഇരിക്കണം? 12, 4, 8 വന്നാൽ ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. അടുത്തത് 1 വരുമ്പോൾ 1, 5, 9 ഇവ തമ്മിൽ ജോയിൻ ചെയ്താലും ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. അടുത്തത് 2, 6, 10 ജോയിൻ ചെയ്താലും ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. അടുത്തത് 3, 7, 11 ഇത് ജോയിൻ ചെയ്താലും ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടും. അങ്ങനെ 4 ഈക്വലാറ്റർ ട്രയാങ്കിൾസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ചോദിച്ചേക്കുന്നത് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇൻ ഈച്ച് പ്രോബ്ലം ബിലോ ഡ്രോ എ സർക്കിൾ ആൻഡ് എ കോഡ് ടു ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ് സച്ച് ദാറ്റ് ദി പാർട്സ് ആർ അസ്പെസിഫൈഡ്. അതായത് ഒരു കോഡ് വരച്ചിട്ട് ഒരു സർക്കിളിനെ 2 ആർക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന സ്പെഷ്യാലിറ്റീസ് വരത്തക്ക വിധത്തിൽ ഓൾ ആംഗിൾസ് ഓഫ് 1 പാർട്ട് ഈസ് 80 ഡിഗ്രി. ഒരു പാർട്ടിലെ ആംഗിൾസ് എല്ലാം 80 ഡിഗ്രി ആയിരിക്കണം. ഒരു ആർക്കിലെ ആംഗിൾ 80 ഡിഗ്രി വരണമെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 80യുടെ ഡബിൾ 160 വരണം. അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ റേഡിയസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റേഡിയസ് നമ്മളൊരു സർക്കിൾ വരച്ചു. നമുക്ക് 80 ഡിഗ്രി ആംഗിളാണ് ഒരു സൈഡിൽ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സെൻട്രൽ ആംഗിൾ 160 വരച്ചിട്ട് എന്ത് ചെയ്തു? ആ 160 ഇവിടെ കട്ട് ചെയ്യുന്നത് രണ്ടൂടെ ജോയിൻ ചെയ്തു. അതിൻ്റെ ഈ ഭാഗത്ത് വരുന്നതെല്ലാം എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എങ്ങോട്ട് ജോയിൻ ചെയ്താലും. അപ്പോൾ ഈ കോഡ് AB എന്ന് പറയുന്ന കോഡ് ഇതിനെ 2 ആർക്കുകളാക്കുന്നു. ഒരു സൈഡിൽ 80 ഡിഗ്രി, മറ്റേ സൈഡിലപ്പോൾ എത്ര വരും? 100 ഡിഗ്രിയും വരുന്ന രീതിയിൽ 2ആയിട്ട് മാറ്റുന്നു. സെക്കൻഡ്, all angles on one part is 110 ഡിഗ്രി. 110 ഡിഗ്രി വരണമെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അതിൻ്റെ ഇരട്ടി 220 ഡിഗ്രി വരണം. 220 ഡിഗ്രി നമുക്ക് പ്രൊട്ടാക്ടറെ അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് ടോട്ടൽ ഇത് 360 ആയതുകൊണ്ട് അത് 360യിൽ നിന്നും നമ്മൾ 220 കുറയ്ക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്നത് 140 എന്ന് കിട്ടും. നമ്മൾ 140 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യും. 140 ഡിഗ്രി മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത് ഈ 140യുടെ ഓൾട്ടർനേറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 220 ആയിരിക്കും. ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ 360 വരണ്ടേ. അപ്പോൾ ഇത് 140 ആകുമ്പോൾ 140 അളന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്നത് 220 ആയിരിക്കും. അപ്പോൾ ഈ ആർക്ക് വലിയ ആർക്ക്, മേജർ ആർക്ക് എന്ന് പറയുന്നതിൻ്റെ സെൻട്രൽ ആംഗിൾ 220 ആയതുകൊണ്ട് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നതിൻ്റെ ഹാഫ് ആയിരിക്കും 110 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഈ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കോഡാണ് ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. all angles of one part half of all angles on the other. അതായത് ഒരു സൈഡിലെ ആംഗിൾ എത്രയോ അതിൻ്റെ ഹാഫ് ആയിരിക്കും അടുത്ത്. അപ്പോൾ ഒരു സൈഡിലെ 2x ആണെങ്കിൽ അടുത്ത സൈഡിലേത് x ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 2
ആംഗിളിൻ്റെ മെഷർമെൻ്റ് അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഒരു ആർക്കിൻ്റെയിലെയും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിലെയും ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2x ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അവിടെ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കുമ്പോൾ 60 ഡിഗ്രി, ഓൾട്ടർനേറ്റ് ആർക്കിൽ 120 ഡിഗ്രി. അപ്പം നമുക്ക് 60 ഡിഗ്രി ആംഗിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്ര എടുക്കണം? 120 ഡിഗ്രി. അപ്പം നമ്മൾ സർക്കിൾ വരച്ച് സർക്കിളിൻ്റെ ഒരു സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി നമ്മൾ എടുക്കുന്നു. ഈ 120 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നതിൻ്റെ ഹാഫ് ആണ്. ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഇവിടെ 60 വരും, ഇവിടുത്തെ ആംഗിൾ 120 വരും. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇത് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് ഇതിന് 2 സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യണം. 2 പാർട്ടാക്കും. ഒരു സൈഡിലെ വരുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ. ഫോർത്ത് പാർട്ട് നോക്കിയേ. ഓൾ ആംഗിൾസ് ഓഫ് വൺ പാർട്ട് 1.5 ടൈംസ് ദി ആംഗിൾ ഓൺ ദി അതർ. ഒരു സൈഡിലെ ആർക്കിൽ എത്രയാണോ ആംഗിൾ വരുന്നത് അതിൻ്റെ 1.5 ടൈംസ് ആയിരിക്കും അടുത്ത ആർക്കിൽ വരുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആർക്കുകളിലെ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രിയാണ്. എക്സ് പ്ലസ് 1.5 എക്സ് എന്ന് പറഞ്ഞാൽ 3/2x. എക്സ് പ്ലസ് 3/2x ഇസ് ഈക്വൽ ടു 180. അത് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 72 ഡിഗ്രി എന്ന് കിട്ടും. ഒരു സൈഡിലെ ആംഗിൾ 72 ഡിഗ്രി. 72 ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ സെൻട്രൽ ആംഗിൾ. അപ്പോൾ സെൻട്രൽ ആംഗിൾ നമ്മൾ എടുക്കേണ്ടത് 144 ഡിഗ്രി സെൻട്രൽ ആംഗിൾ എടുത്താൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ 72 വരും. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ വരുന്നതിൻ്റെ എൻ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ ആ കോഡ് ഇതിനെ എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? ഇവിടെ 72ഉം ഇവിടെ 108 ഡിഗ്രിയുമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, അത് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. എ റോഡ് bent into an angle is placed with its corner at the center of a circle. അതായത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു കമ്പി കഷ്ണം വളച്ച് നമ്മളിങ്ങനെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയേക്കും. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 1/10 ഓഫ് ദി സർക്കിൾ ലൈസ് വിത്തിൻ ഇറ്റ്. ഈ സർക്കിളിൻ്റെ ടോട്ടൽ പെരിമീറ്ററിൻ്റെ 1/10 പാർട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇതേ ആംഗിള് നമ്മൾ ഒന്ന് മാറ്റി മറ്റൊരു സർക്കിളിൻ്റെ ഈ പാർട്ടിലോട്ട് എടുത്ത് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചേക്കുന്നത്? ഇതിനകത്ത് വരുന്ന പാർട്ട് എത്ര പാർട്ടായിരിക്കും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അവിടെ ഇവിടെ വരുന്ന ആർക്ക് ലെങ്ത് നമ്മളോട് പറഞ്ഞു ടോട്ടൽ എത്രയാണോ പെരിമീറ്റർ അതിൻ്റെ 1/10 ആണ് എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ബൈ പെരിമീറ്റർ, ആർക്ക് ലെങ്ത് ബൈ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബൈ 360. അതായത് ഈ ആർക്ക് ലെങ്തിനെ പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതല്ലേ 1/10 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബൈ 360. ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് എന്ന് എടുത്താൽ എക്സ് ബൈ 360. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെൻട്രൽ ആംഗിൾ 36 ഡിഗ്രി നമുക്ക് കിട്ടും. സെൻട്രൽ ആംഗിൾ 36 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വരുന്ന നമ്മൾ വളച്ച് വെച്ചേക്കുന്നത് എത്ര ഡിഗ്രിയിലായിരിക്കും? 36 ഡിഗ്രിയിലായിരിക്കും നമ്മൾ വളച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അതേ ആംഗിളാണ് നമ്മളെടുത്ത് ഇവിടെ 36 ഡിഗ്രി നമ്മൾ ഇവിടോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട് എത്രയായിരിക്കും എന്നാ ഈ ആർക്കിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ 36 ആണെങ്കിൽ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആണിത്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 36ൻ്റെ ഇരട്ടി 72 ഡിഗ്രി എന്ന് വരും. നാം നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ ആർക്ക് ലെങ്ത് ബൈ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഇസ് ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക് ബൈ 360. ദാറ്റ് ഈസ് 1/5. അപ്പോൾ ആർക്ക് ലെങ്തിനെ പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/5 വരും എന്ന് പറഞ്ഞാൽ
ഈ ആർക്ക് എന്ന് പറയുന്നത് ഈ പെരിമീറ്ററിൻ്റെ 1/5 പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ 1/5 പാർട്ടാണ് അതിനിടയ്ക്ക് വരുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് നോക്കണം. നെക്സ്റ്റ്, O സെൻറ്റർ ആണെന്നും ABC എന്നത് പറയുന്നത് സർക്കിളിലെ 3 പോയിന്റ്സ് ആണെന്നും ഉണ്ട്. ഈ OAC എന്ന് പറയുന്ന ആംഗിളും ABC എന്ന് പറയുന്നത് ഈ 2 ആംഗിൾസിന് സം 90 ഡിഗ്രി എന്ന് കാണിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് OAC എന്ന ആംഗിൾ x ഡിഗ്രി എന്ന് എടുക്കുന്നു. എന്നിട്ട് നമ്മളിതാ ഇവിടെ നിങ്ങോട്ടുള്ള പാർട്ട് ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന OAC എന്ന് പറയുന്ന ഐസോസലസ് ട്രയാങ്കിൾ, അതാ ഈ 2 സൈഡ്സ് എന്താണ്, റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ, അത് 2 ഈക്വൽ ആകുന്നത് കൊണ്ട് ഇത് ഐസോസലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസ്, ഐസോസലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത തന്നെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഈ ആംഗിൾ x ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിളും x ഡിഗ്രി ആയിരിക്കും. ഈ 2 ആംഗിൾ x ഡിഗ്രി ആണെങ്കിൽ ഈ 3 ആംഗിളിൻ്റെ കൂടെ സം 180 ആയതുകൊണ്ട് ഇവിടെ വരുന്ന ആംഗിൾ 180 മൈനസ് 2x ആയിരിക്കും. ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 2x ആയിരിക്കും. അപ്പോൾ AC എന്ന് പറയുന്ന സ്മോൾ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 180 മൈനസ് 2x. അപ്പോൾ ആ AC എന്ന് പറയുന്ന സ്മോൾ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളാണ് ആംഗിൾ ABC. അത് 180 മൈനസ് 2xൻ്റെ ഹാഫ് വരും. ദാറ്റ് ഈസ് 90 മൈനസ് x. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് x. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ ഏതൊക്കെയാണ്? ഈ ABCയും OAC നമ്മൾ x ഡിഗ്രി എന്ന് എടുത്തു. OACയും ആംഗിൾ ABCയുടെ സം കാണുക. x പ്ലസ് ഇതിൻ്റെ വാല്യൂ 90 മൈനസ് x, ദാറ്റ് ഈസ് ഈക്വൽ ടു 90. ഇതിൻ്റെ സം 90 എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നല്ലോ. അപ്പോൾ അവിടെ 90 എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ സർക്കം റേഡിയസിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ 2 ആംഗിൾസ്, ഒരു ആംഗിൾ 32.5 മറ്റൊരു ആംഗിൾ 37.5 വരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ 32.5, 37.5 അല്ലെങ്കിൽ 35, 36 എന്തായാലും നമ്മൾ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് നമുക്ക് അതിൻ്റെ സർക്കം സർക്കിളിലെ ആംഗിൾ കാണണമെന്നുള്ളപ്പോൾ നമ്മൾ ഈ ആംഗിളുകളുടെ ഡബിള് കാണുക. അപ്പോൾ എത്രയൊക്കെ വരും? ഇതിൻ്റെ ഡബിൾ എത്രയാണ്? 32.5 65 ഡിഗ്രിയും ഇതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 75 ഡിഗ്രി വരും. അപ്പം നമ്മൾ ആദ്യം 3 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പറഞ്ഞത് ആ സെൻറ്റിമീറ്ററിൽ റേഡിയസ്, സർക്കം റേഡിയസ് അങ്ങ് വരയ്ക്കും. സർക്കം റേഡിയസ് വരച്ചിട്ട് അതിൽ 65 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യും. 32.5 ഇരട്ടി 65. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ 37.5 ഇരട്ടി 75 ഡിഗ്രി നമ്മൾ അളന്നു. ഇനിയും നോക്കി BOA എന്ന് പറയുന്ന OC എന്ന് പറയുന്ന 65 ഡിഗ്രി നമ്മൾ ആദ്യം അളന്നത്. പിന്നെ COA എന്ന് പറയുന്നത് 75. അപ്പം നമുക്ക് 3 പോയിന്റ് സർക്കിളിലേക്ക് കിട്ടി ഇവിടെ അല്ലേ, A, C, B. അവ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ ABC എന്ന് പറയുന്നതിൻ്റെ നോക്കിയേ, ഈ BCയുടെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആകുമ്പോൾ BCയുടെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളാണിത്. അപ്പോൾ ആംഗിൾ 32.5 വരും. അതുപോലെ AC എന്ന സ്മോൾ ആർക്കിലെ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി വരുമ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ 37.5 വരും. ഇവിടെ കണ്ടീഷൻസ് ശരിയായല്ലോ. നെക്സ്റ്റ് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടല്ലോ. ആ പിക്ചറിനകത്തിൽ AB യും CD യും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡ്സ് ആണ്. AB എന്ന കോഡും CD എന്ന കോഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആർക്ക് APC എന്ന ആർക്കിൻ്റെയും ആർക്ക് BQD എന്ന ആർക്കും കൂടി ഈ ചെറിയ ആർക്കും ഈ വലിയ ആർക്കും കൂടി ചേർന്നാൽ ഒരു സെമി സർക്കിൾ, ഹാഫ് ഓഫ് ദി സർക്കിൾ, അതായത് സെമി സർക്കിൾ ഫോം ചെയ്യുമെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്.
അതിനായിട്ട് എന്താ ഈ ആംഗിൾ BAD എന്നത് ഞാൻ എക്സ് ഡിഗ്രി എന്ന് അസ്യൂം ചെയ്യുന്നു. നമുക്ക് ഈ രണ്ട് കോഡുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ എക്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കണം? 90 മൈനസ് എക്സ്. 90 മൈനസ് എക്സ്. ഇനി APCയുടെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ അല്ലേ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ APCയുടെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ ഡബിൾ. 90 മൈനസ് എക്സിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് നോക്കിക്കേ, 2 × 90 മൈനസ് എക്സ്, ദാറ്റ് ഈസ് 180 മൈനസ് 2x. ഇനി BQD എന്ന് പറയുന്ന ഈ ആർക്ക്, അടുത്തത് ആ ആർക്കല്ലേ വേണ്ടത്, അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ അല്ലേ ഇത് എക്സ് ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് BQDയുടെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എക്സ് ഡിഗ്രി ആയതുകൊണ്ട് BQDയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിൾ, ദാറ്റ് ഈസ് 2x. ഇനി APCയുടെ സെൻട്രൽ ആംഗിളും BQDയുടെ സെൻട്രൽ ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 180 മൈനസ് 2x പ്ലസ് 2x, ദാറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഈ ചെറിയ ആർക്കും ഈ വലിയ ആർക്കിൻ്റെയും കൂടെ സെൻട്രൽ ആംഗിളിൻ്റെ സം 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ രണ്ട് ആർക്കുകൾ ചേരുമ്പോൾ സെമി സർക്കിൾ ഫോം ചെയ്യുന്നു. സെമി സർക്കിളിൻ്റെ അല്ലേ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ ഒരു സെമി സർക്കിൾ ഫോം ചെയ്യുന്നു. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദി സർക്കിൾ നമുക്ക് കിട്ടും. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കേട്ടിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ 1-2 പ്രാവശ്യം നിങ്ങൾ നോക്കുക. അതുപോലെ നോട്ട്സ് നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുകയും വേണം. അടുത്തത് 8th ക്വസ്റ്റ്യൻ, ABCD ഇതെല്ലാം സർക്കിളിലെ പോയിന്റ് ആണ്. സർക്കിളിൻ്റെ സെൻറ്റർ O എന്ന് തന്നിട്ടുണ്ട്. ACയും BDയും വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് P എന്ന പോയിന്റിൽ എത്തിയിരിക്കുന്നു. BCയും ADയും കൂടി Q എന്ന പോയിന്റിൽ കട്ട് ചെയ്തിരിക്കുന്നു. നമ്മളോട് പറഞ്ഞേക്കുന്നത് AB എന്ന ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കിയേക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് AB എന്ന ആർക്ക് Qയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും AB എന്ന ആർക്ക് Pയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിളും, ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മിന് ഈക്വൽ ആണ് AB ഇവിടെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ABയുടെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി എന്ന് അസ്യൂം ചെയ്തു. ABയുടെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾസ് എന്ന് പറയുന്നതിൻ്റെ ഹാഫ് ആണ് x/2. ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളിലെ ഇത് രണ്ടും, അത് രണ്ടും x/2. നമുക്ക് തന്നിരിക്കുന്ന വെച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ AB എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഓയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ഡിഗ്രി ആകുമ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് x/2. ഇനിയും CD എന്ന ആർക്ക് അത് നമുക്ക് പടം നമുക്ക് ഇവിടോട്ട് വരച്ചു വെക്കാം, എല്ലാം കൂടെ വരച്ചാൽ നമുക്ക് കൺഫ്യൂഷനാണ്. CDയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് CD എന്ന സ്മോൾ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ y എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ CDയുടെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളാണ് ഇത് രണ്ടും ആംഗിൾ, ഈ രണ്ട് ആംഗിൾ. അപ്പോൾ ആ രണ്ട് ആംഗിൾ എത്ര വരും? വൈയുടെ ഹാഫ് y/2 എന്ന് വരും. ഇനി ഓക്കെ, ട്രയാങ്കിൾ ACQ നമുക്ക് വേണ്ടത് ഈ ആംഗിൾ അല്ലേ വേണ്ടത്. ട്രയാങ്കിൾ ACQ എടുക്കുമ്പോൾ ഈ ആംഗിൾ AQB എന്ന് പറയുന്ന ആംഗിൾ എക്സ്റ്റേണൽ ആംഗിൾ ആണ്. എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് ഈ എക്സ്റ്റീരിയർ ആംഗിളുമായിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ AQBയുടെ ആംഗിൾ എന്ന് പറയുന്നത് x/2 പ്ലസ് y/2. എക്സ്റ്റേണൽ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ഇൻറ്റേർണൽ ഓപ്പോസിറ്റ് ആംഗിൾസ്. അത് വെച്ചിട്ടാണത് എഴുതുന്നത്. അടുത്തത് ആംഗിൾ ADB, ഈ ആംഗിൾ
ആ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് ആംഗിൾ സി എ ഡി എന്ന് പറയുന്ന ആംഗിളും എ പി ഡി, അതായത് ട്രയാങ്കിൾ എ പി ഡി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അവിടെ ഉണ്ടാകുന്നതായി ഈ രണ്ട് ആംഗിള് ഇന്റേണൽ ഓപ്പോസിറ്റ് ആംഗിളും ഇത് എക്സ്റ്റേണൽ ആംഗിളും ആവും. അപ്പോൾ ഈ ആംഗിള് എ ഡി ബി എന്ന് പറയുന്നത് x/2 എന്ന് പറയുന്നത് ഈ y/2ഉം ആംഗിൾ പിയും കൂടി കൂട്ടുന്നതാണ് ആണല്ലോ. ആ കാര്യം എടുക്കുന്നത് x/2 = y/2 പ്ലസ് ആംഗിൾ എ പി ഡി. അപ്പം ആംഗിൾ എ പി ഡി എന്ത് വരും? x/2 മൈനസ് y/2. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി എന്ന ആർക്ക് ക്യൂവിലുണ്ടാക്കുന്ന ആംഗിളും എ ബി എന്ന ആർക്ക് പിയിലുണ്ടാക്കുന്ന ആംഗിളും, അതായത് ആംഗിൾ എ ക്യു ബിയും ആംഗിൾ എ പി ബിയുടെയും കൂടെ സം. അപ്പൊ നോക്കി, ആംഗിൾ എ ക്യു ബി പ്ലസ് ആംഗിൾ എ പി ഡി ഇത് വരും x/2 പ്ലസ് y/2 പ്ലസ് x/2 മൈനസ് y/2. അപ്പോൾ ഇതിൽ y/2ഉം y/2ഉം ക്യാൻസൽ ആയിപ്പോവും. x/2 കൂട്ടുമ്പോൾ x എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ എ ഒ ബി. That is, the angle which the small arc AB makes at O is the sum of the angles it make at P and Q. ഇത് ബുക്കിലോട്ട് എഴുതുക. ഇപ്പം പറഞ്ഞ തിയറം പ്രോബ്ലം നിങ്ങളൊന്നൊരു സംശയം ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം കൂടെ നോക്കുക. അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഏതൊരു ആർക്കിൻ്റെയും സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ. പിന്നെ എക്സ്റ്റേണൽ ആംഗിൾ, ട്രയാങ്കിളിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഈ 2 കൺസെപ്റ്റുകൾ ആണ് മെയിനായിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കുക.